എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് റൂബിയെ കണ്ടു തുടങ്ങിയാലോ. റൂബി ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് തന്നെ മുറ്റത്ത് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ മാറി ഇരിപ്പുണ്ട് കേട്ടോ. അവൾ എപ്പോഴും ഇങ്ങനെയാണ്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ സിറ്റ് ഔട്ടിൽ മാറി ഇങ്ങനെ കാത്തിരിക്കും. ആരെങ്കിലും എന്നെ എടുക്കുമോ എന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ രാവിലെ ഇങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഞങ്ങൾ വിചാരിച്ചത് ഇന്ന് നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ ഇവളാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമല്ല നമ്മളൊന്ന് പുറത്ത് പോകുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇത്. നമ്മുടെ മുറ്റത്താണെങ്കിൽ നിറച്ച് പുല്ലും കല്ലും ഒക്കെ മാറിക്കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇപ്പം നമ്മൾ മൊത്തത്തിൽ കല്ല് വിരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പണി നടക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഇത് സെപ്റ്റംബർ 9 എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് എനിക്ക് ചേട്ടനാണെങ്കിൽ വൈകിട്ട് കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കേക്ക് മുറിച്ചു. നമ്മുടെ റൂബീനെ നമ്മൾ എടുത്ത് കേക്ക് മുറിക്കാനായിട്ട് അവളാണെങ്കിൽ കേക്ക് തിന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അവളുടെ ഫുഡ് മാത്രമേ നമ്മൾ അവൾക്ക് കൊടുക്കാറുള്ളൂ, വേറെ ഒന്നും കൊടുക്കാറില്ല. അല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാകും, വയറുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എങ്ങനെ നമ്മൾ അവളെ നിർത്തിക്കൊണ്ട് നമ്മൾ കഴിക്കും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവളെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഡോഗ്സിനെ അതിൻ്റേതായ രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ ഒരു വിഷമിപ്പിച്ചുകൊണ്ട് നിർത്തണ്ടെന്ന് വിചാരിച്ച് അവളെ നമ്മൾ മുകളിലാക്കിയിരിക്കുവാണ് കേട്ടോ. മുകളിലത്തെ മുറിയിൽ ഇട്ടിരിക്കുക. കാരണം വെച്ചാൽ താഴെ നമുക്ക് കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട്. അവളെ മുകളിലത്തെ മുറിയിലാണ് ഇപ്പം കൂടുതൽ സമയം ഇരുത്താറുള്ളത്. അവൾ ഈ പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് അവളുടെ കുഞ്ഞല്ലേ ആള്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദേവയാണെങ്കിൽ ഇന്നത്തെ എൻ്റെ പരിപാടിക്ക് നല്ല അടിപൊളി പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾ എനിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത സോങ്ങാണ്. ഈണവും താളവും ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഈ പാട്ടങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മുടെ റൂബിക്ക് വൈകുന്നേരം ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ഫുഡാണ് കൊടുക്കുന്നത്, റോയൽ കനാലിൻ്റെ ഫുഡാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവൾക്ക് ഈ ഫുഡ് ആദ്യം നമ്മൾ വേറെ ഫുഡായിരുന്നു, അതിപ്പം മാറ്റി ഈ ഫുഡ് ആക്കിയപ്പോഴത്തേക്കും അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് ഈ മാറ്റി കൊടുത്തിരിക്കുവാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഫുഡ് അവൾക്ക് കഴിക്കുന്നില്ല ആഹാരം. അവൾ കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറ്റി ഇപ്പം അവൾ കഴിക്കുന്ന ഫുഡ് തന്നെ ആക്കി കൊടുത്തിരിക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താകുമെന്നൊന്നും അറിയത്തില്ല. എല്ലാവരും പറയുന്നത് ഈ ഫുഡാണ് നല്ലതെന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്ക് ആ ഫുഡ് തന്നെ കൊടുത്തു നോക്കാം. ഇനി അവൾക്ക് ആ ഫുഡിനോടാണ് ഒരു ആർത്തി കൂടുതൽ, മറ്റേ ഫുഡിനോട് ആർത്തിയില്ല. അപ്പം അതായത് നല്ല ഫുഡായ റോയൽ കനൈലിൻ്റെ ഫുഡിനോട് അവൾക്ക് ആർത്തിയില്ല, മറ്റേ ഫുഡിനോടാണ് അവൾക്ക് ആർത്തി. അപ്പോൾ ഇതാണ് റോയൽ കനൈലിൻ്റെ ഫുഡ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ബാലൻസ് കുറച്ചുണ്ടായിരുന്നു, അതും കൂടെ കൊടുക്കുവാണ്. ഇത് അവൾക്ക് തീരെ ഇഷ്ടമൊന്നും അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഫുഡങ്ങ് മാറ്റിയത്. അപ്പോൾ അതാണെങ്കിൽ നന്നായിട്ട് കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവളെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ നേരത്താണ് നമ്മൾ വാക്സിൻ എടുക്കാൻ മറന്നുപോയ കാര്യം ആലോചിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഇവളുടെ കയ്യിൽ നിന്ന് കുറച്ച് മാന്തും കടിയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും വാക്സിൻ എടുക്കണം. റൂബിക്ക് വാക്സിൻ നമ്മൾ എടുത്തിട്ടില്ല, എന്നാലും അതിനുള്ള സമയമായിട്ടില്ല കേട്ടോ റൂബിക്ക് വാക്സിൻ എടുക്കാനുള്ളത്. അപ്പം നമ്മളെന്നാലും വാക്സിൻ എടുത്ത് വെക്കുക. നമ്മൾ വളർത്തുമല്ലേ, നമ്മൾ ഡോഗ്സിന് വളർത്തുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെക്കുന്നത് നല്ലതായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയി വാക്സിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 2ാമത്തെ വാക്സിനാണ് കേട്ടോ ഇപ്പോൾ എടുത്തത്. അങ്ങനെ വൈകുന്നേരം വീട്ടിലേട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ അടുക്കള വശത്തിലെ നമ്മുടെ കബോർഡ് വർക്കൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കുവാണ് കേട്ടോ. എല്ലാം റെഡിയാക്കി വൃത്തിയാക്കി ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം റൂബീനെ ഞാൻ ഓടിപ്പോയി എടുത്ത് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു.
കാരണം അവിടെ എല്ലാം ഓടിക്കളിച്ച് അവൾ നശിപ്പിച്ച് വെച്ചിരിക്കുവാണ്. ദേഹം മുഴുവൻ വൃത്തികേടായിട്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ അവളെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കുവാണ്. നമ്മുടെ ആപ്പിൾ വിനാഗറില്ലേ, അപ്പം നമുക്ക് ഓൺലൈൻ വഴി നമ്മൾ മേടിച്ചതാണ് കേട്ടോ. അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ദേഹം തുടച്ച് കഴിഞ്ഞാൽ അവളുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി നല്ല അടിപൊളി മണമായിട്ട് മാറുവേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ട് ചെയ്ത് നോക്കിയാണ് കേട്ടോ. നല്ലതാണ് ഇത്. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ റൂബിക്ക് വൈറ്റമിൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈറ്റമിൻ കൊടുക്കാൻ പോവുകയാണ്. അവൾക്ക് ഈ സമയത്ത്, ഈ വൈകുന്നേര സമയത്ത്, രാവിലെ സമയത്തുമാണ് നമ്മൾ വൈറ്റമിൻസ് കൊടുക്കുന്നത്. അപ്പം വൈകുന്നേരത്തത് നമ്മൾ കൊടുക്കുവാണ്. ഇവളാണെങ്കിൽ അടങ്ങിയിരിക്കത്തേ ഇല്ല കേട്ടോ, ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഞാൻ ഇവളുടെ കഴുത്തിലൊക്കെ പിടിച്ച് അമർത്തി അവളെ കുടിപ്പിക്കും. അപ്പോൾ ആൾ കുറച്ചൊക്കെ കുടിക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അവിടെയൊക്കെ റെഡിയാക്കി. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കുവാണ്. രാവിലെ തന്നെ നമ്മൾ ഫുഡ് വെള്ളത്തിലിടും. കുറച്ച് ചൂടുവെള്ളത്തിൽ അവളുടെ ഫുഡ് ഇട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ട് ഞാനൊന്ന് ഉടച്ച് നന്നായിട്ട് എടുത്തിട്ടാണ് അവൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുതിർക്കാൻ വെച്ച സമയത്ത് ഞാൻ ബാക്കിയുള്ള ജോലിയെല്ലാം തീർക്കും. അപ്പോൾ ഇത് നമുക്ക് ഉച്ചക്കത്തേക്ക് ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഉള്ള കുക്കിംഗ് വീഡിയോയും കൂടെ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മുടെ മുളക് കറിയും പിന്നെ അയിലക്കറിയും പിന്നെ നമ്മുടെ കൂന്തലുണ്ടായിരുന്നു, കൂന്തൽ കറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കബോർഡ് വർക്കുകളെല്ലാം പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഗ്യാസ് സ്റ്റൗവൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വൃത്തികേടായിട്ട് മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുവാണ്. ഇനി എല്ലാം റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ റൂബിയുടെ കൂട് നല്ല കൊട്ടാരം പുറത്തെ കൂടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് നേരം ഇട്ടിട്ട് നമ്മൾ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി, അതായത് നമ്മുടെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ ആ ദിവസം ആയിട്ട് നമുക്ക് ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് പുറത്ത് പോയി അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവളാണെങ്കിൽ ഭയങ്കര വളമായിരുന്നു കേട്ടോ. ഇവളാണെങ്കിൽ വിടുന്നതേ ഇല്ലായിരുന്നു, കുറച്ച് ഇരിക്കുമായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇതിനകത്തിട്ട് ഇട്ടിട്ട് നമ്മൾ നേരെ പോകാൻ നിന്നപ്പോഴത്തേക്കും സ്റ്റാർട്ടാകുന്നില്ല വണ്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു റൂബിയുടെ ബ്രാക്കായിരിക്കും എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഡാൻസ് കളിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു, വിഷമം മാറ്റാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഓർത്ത് ഇത് പോക്ക് നടക്കത്തില്ലായിരിക്കും എന്നൊക്കെ. ദേവയാണെങ്കിൽ നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് സ്റ്റാർട്ടാകണേ, പെട്ടെന്ന് നമ്മുടെ വണ്ടി റെഡിയാകണേ എന്നൊക്കെ. അങ്ങനെ കുറേ നേരത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ വണ്ടി റെഡിയായി കേട്ടോ. ദേവ പ്രാർത്ഥനയായിരുന്നു, പെട്ടെന്ന് റെഡിയായാൽ മതി, അവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോയാൽ മതി, അങ്ങനെ ആയിരുന്നു. അപ്പോൾ അവൾ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടായി കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ടായി ഞങ്ങൾ നേരെ അമ്പലപ്പുഴ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെയാണെങ്കിൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നിറച്ചാളായിരുന്നേ, ഒത്തിരി ആളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറിയാണ് തൊഴുതിറങ്ങിയത്. നമുക്ക് വീട്ടിൽ പണിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ വരികയും ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തൊഴുതിറങ്ങാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പം ആദ്യം അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോകുന്നത് കാല് കഴുകാൻ വേണ്ടിയിട്ട് കുളത്തിലേക്കാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കുളത്തിൽ ചെന്നപ്പോഴത്തേക്കും ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് വന്ന് എപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയാലും പോയിച്ച് വരുന്ന വഴി നമ്മൾ നമ്മുടെ അമ്പലപ്പുഴയിലുള്ള ബിബിൻ ഹോട്ടലിൽ കയറി ഒരു മസാല ദോശ കഴിക്കാതെ ഞങ്ങൾ വരത്തില്ല. അപ്പോൾ അങ്ങനെ അമ്പലപ്പുഴയുള്ള കടയിൽ കയറിയിട്ട് ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ച് വന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ദേവേനെയും കൊണ്ട് വീണ്ടും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഘോഷയാത്രയോടൊപ്പം പോയില്ലെങ്കിലും കണ്ണനെ ഒന്ന് കയറി കണ്ട് തൊഴാനായിട്ട് ദേവയുടെ ആ ഒരു രൂപത്തിൽ കണ്ണനെ ഒന്ന് കയറി കണ്ട് തൊഴണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ദേവ ആവേശത്തിൽ നമ്മളാക്കിക്കൊണ്ട് പോയി. അവിടെ പോയി ഭഗവാനെയൊക്കെ കണ്ട് തൊഴുത് ആണ് നമ്മൾ വന്നത് കേട്ടോ. നമ്മൾ രാവിലെ ഞങ്ങൾ പോയപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാം മേടിച്ചിട്ടാണ് വീട്ടിൽ വന്ന് വൈകുന്നേരം ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ പോയത്. അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. മേടിച്ചുകൊണ്ട് വന്നപ്പോൾ മുതലേ ഒരുങ്ങാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ടിരിക്കുമായിരുന്നേ. അപ്പോൾ വേറെയും നമുക്ക് ദേവിയുടെ ഒരുക്ക സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ റൂബിക്കാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം റൂബിനെ ഒരുക്കാനൊന്നും പറ്റിയില്ല. കാരണം അവളെ താഴോട്ട് ഇറക്കിക്കഴിഞ്ഞാൽ അവൾ ഈ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ താഴോട്ട് അവളെ ഇപ്പോൾ ഇറക്കാത്തത്. മുകളിൽ തന്നെ ഇടുവാണ്. മിക്കവാറും താഴോട്ട് ഇറക്കാനുള്ള സമയം കിട്ടാറില്ല. അങ്ങനെയൊക്കെയാണ്. എല്ലാ പണികളെല്ലാം തീർന്നിട്ട് വേണം ഇവൾ താഴെ ഇറക്കി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.
കുറേ മിസ്സ് ചെയ്യുന്നുണ്ട് അവളെ. കാരണം എപ്പോഴും മുകളിലോട്ട് പോയി നോക്കേണ്ട അവസ്ഥയാണിപ്പം. അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര പേടിയും വിഷമവും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇന്നലെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ഒറ്റയ്ക്കിടരുത്, വിഷമമോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സത്യമാണ്, അവൾക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. പൊടിയൊന്നും കയറാതെ നമ്മൾ നോക്കണ്ടേ അവളെ. ഈ കാണുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കടിച്ച് തിന്നാനൊക്കെ ഇവിടെ മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ അതുപോലെ കാലൊക്കെ കഴുകി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ കൃഷ്ണന്മാരെല്ലാവരും ഉണ്ടായിരുന്നേ. അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ട് ദൈവം എല്ലായിടും ഓടി നടക്കുമായിരുന്നു. അവളുടെ സന്തോഷമാണ്. ഈ സമയത്ത് നമ്മൾ കുട്ടികളുടെ ഓടണ്ട പിടിക്കണ്ട എന്നും പറഞ്ഞ് നമ്മൾ പിടിച്ച് നിർത്താനൊന്നും പറ്റത്തില്ല. അവർ അങ്ങനെ ഓടി തന്നെ നടക്കണം, അങ്ങനെയാണല്ലോ കൃഷ്ണൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓടാനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ നേരം ഒരു രാത്രി ഒരു 7:30 വരെയൊക്കെ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുമായിരുന്നേ. ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ദേവയുടെ ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വരാറുണ്ട്. ആ സമയം നോക്കിയാണ് ചേട്ടൻ ലീവിനൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ശ്രീകൃഷ്ണ ജയന്തിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ പോയി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമായിരുന്നു ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ അവിടുന്ന് രാത്രിയൊക്കെ ആയി കേട്ടോ. ഒരു ഇതൊക്കെ ഈ ഘോഷയാത്രയൊക്കെ അകത്തോട്ട് കയറി ഒരു ഇതൊക്കെ ആയി. ഇവിടെ നിൽക്കുമ്പോഴും നല്ല ടെൻഷനാണ്. നമ്മുടെ റൂബി ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കുതിർക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ നമുക്ക് പെട്ടെന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളേ. ടാറ്റാ.